ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് 1.5 ലിറ്റർ ഹൈലൈൻ പ്ലസ് ഡ്യുവൽ ടോൺ കമ്പനി വരുന്ന വണ്ടി. അതെ, ഇത് ശരിക്കും കമ്പനി കൊടുത്ത കളർ തന്നെയാണ്. കമ്പനിയിൽ ലിമിറ്റഡ് ആയിട്ട് വന്ന കളർ. ഇത് ഡ്യുവൽ എയർ ബാഗ് വരുന്ന വണ്ടി വരുന്നുണ്ട് അല്ലേ? ഈ മസ്നഗുഡി വഴി ഊട്ടി പോകുന്ന. ഒരു വണ്ടി എടുക്കണമെന്ന് ജെന്യുവിൻ ആയിട്ട് ആഗ്രഹിച്ചു വരുന്ന ഒരാളെയും ഇവിടുന്ന് പിണക്കി വിടില്ല വിലയുടെ കാര്യത്തിൽ. തീർച്ചയായും മാക്സിമം നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി വിലയും ക്വാളിറ്റിയും. അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 5,40,000. 5,40,000 അല്ലേ? ഇതിന് ചിലപ്പോൾ നമുക്ക് 5,40,000 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. പിന്നെ നേരത്തെ കാണിച്ച പോലത്തെ സെയിം ഒരു പോളോയും കൂടി കാണിച്ചു തരാം. ഇത് ലേശം പൈസ മുടക്കിയിട്ടുള്ള സാധനമാണ്. അലവിലൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. അത് അജു കുറച്ച് മുമ്പ് പറഞ്ഞാണ് അതിന്റെ സത്യം. അതായത് നമുക്ക് 2015 സ്വിഫ്റ്റ് 4 രൂപക്ക് തരുന്നവരുണ്ടാവും, 3 തരുന്നവരുണ്ടാവും. പക്ഷെ അവിടെ ക്വാളിറ്റി മാറ്റേഴ്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പോ അവര് പൈസ വരുന്ന സമയത്ത് നമുക്കൊരു 15 ഒരു ദിവസത്തെ ഒരു മാസത്തെ ഗ്യാപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കും. വെറുതെ ഇൻട്രസ്റ്റ് സേർട്ടൂന് കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒരു വണ്ടി എടുക്കാൻ ജെന്യുവിനായിട്ട് ആഗ്രഹിച്ചു വരുന്ന ഒരാളെയും ഇവരിവിടുന്ന് പറഞ്ഞു വിടില്ല, വണ്ടി തന്നേ വിടുള്ളൂ. അത്രേ ഉള്ളൂ. 2 ലക്ഷം രൂപയ്ക്ക് 2009 വണ്ടി. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറ്റവും പറയാനില്ലാത്ത, അതായത് ഇവിടെ കിടക്കുന്ന ഏത് വണ്ടി നിങ്ങൾ കണ്ടാലും ആ വണ്ടികളൊക്കെ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ പോയി നോക്കുന്ന അതേ കണ്ടീഷനിലാണുള്ളത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ് ഭൂരിഭാഗം വണ്ടികളുണ്ട്. അപ്പം ഞാനെന്നുള്ളത് നമ്മുടെ റിയൽ ഡീലിലാണ് കേട്ടോ. റിയൽ ഡീലിൽ ശരിക്കും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മോങ്ങത്തിൻ്റെ തൊട്ടടുത്തായിട്ട്, മോങ്ങത്തിൻ്റെയും ഹിൽ ടോപ്പിൻ്റെയും കൂടി ഇടയിലായിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം വണ്ടികൾ കേട്ടോ. പിന്നെ എന്തായാലും പെരുന്നാളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇവിടുത്തെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5-8 മാസത്തിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഓഫറുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇന്ന് മുതൽ, അതായത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അന്ന് മുതൽ പെരുന്നാൾ വരെ ഈ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാരിൽ നിന്നും ഒരാളെ നറുക്കെടുക്കും. അവർക്കൊരു 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും പൈസയാണല്ലോ ആവശ്യം. അപ്പോൾ എന്തായാലും ഒരു 10,000 രൂപ വിൻ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും മൂപ്പര് നമുക്കൊരു ഓഫറായിട്ട് തന്നാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുറച്ചധികം വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഷെരീഫ്ക്കാണ് നമുക്ക് കൂടെയുള്ളത്. ഷെരീഫ്ക്ക, നമ്മുടെ സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? നോമ്പും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. ഈ ചൂടിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നന്നായി പോകണം. നല്ല കുറച്ച് വണ്ടികൾ കൊടുത്താലോ? നല്ലത്. ഇപ്പൊ അജു തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്തൊരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിലാണ് നമ്മള് നിലനിൽപ്പ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാട്ടോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റിൽ, ഇതിപ്പോ 2016 സ്വിഫ്റ്റ് ആണ്. ഇതിനൊരു പക്ഷേ നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടി ഉണ്ടാവാം. അത് നിങ്ങൾ എടുത്തിട്ട് അതിന്റെ മേലെ ഒരു 10,000, 25,000, 30,000 പണിഞ്ഞ് കയറ്റുന്ന പൈസ നിങ്ങൾക്ക് അത്രയും വേണ്ട. നമ്മളെ ഷോറൂമിൽ ഒരു വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ 1 രൂപ നിങ്ങൾ ചെലവാക്കേണ്ടി വരും. അത് ഗ്യാരണ്ടിയാണ്, 100%. അതേപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല. നമ്മുടെ ഒരു ടാഗ് ലൈൻ അജു, നമ്മളെ കയ്യിൽ നിന്ന് മേജർ ആക്സിഡന്റോ ഫ്ലഡോ ഉള്ള വണ്ടികള് നമ്മൾ ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഏതെങ്കിലും അതർവൈസിലോ ഷോറൂമിലോ വർക്ക്ഷോപ്പിലോ കൊണ്ടുപോയിട്ട് നിങ്ങളോട് അവർ പറയുകയാണ് ഇതിന്റെ മേജർ റീപ്ലേസ്മെന്റ് ഉണ്ട്, ഫ്ലഡ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 50,000 രൂപ കസ്റ്റമർക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്നുള്ളതാണ് നമ്മളൊരു ടാഗ് ലൈൻ. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോട്ടോ. ഇവിടുന്ന്, അതായത് ഇവർ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ആ പറഞ്ഞ സാധനം ഇല്ല, നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ക്വാളിറ്റി എഞ്ചിനീയേഴ്സ് ചെക്ക് ചെയ്ത വണ്ടികൾ മാത്രമാണ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടിപൊളി. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോട്ടോ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കമ്പാരിറ്റീവ്ലി വില കുറച്ചെടുക്കാൻ താല്പര്യമുള്ളവർ നേരെ റിയൽ ഡീലിലേക്ക് പോര്. കൂടുതൽ പറയുന്നില്ല, സ്വിഫ്റ്റിൽ നിന്ന് തുടങ്ങാം. ഇത് വന്നിട്ട് 2016 ഡിസംബർ മോഡല്, സിംഗിൾ ഓണർഷിപ്പില് 1,30,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ്, എവരി 10,000 കിലോമീറ്ററിൽ കമ്പനി സർവീസ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ കളർ തന്നെയാണ്. ഇത് മിസ്റ്റീരിയസ് വയലറ്റ് എന്ന് പറഞ്ഞ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കളറാണ്. അതായത് ഒരു ആംഗിളിൽ നോക്കിയാൽ കറുപ്പാന്ന് തോന്നും, ഒരു ആംഗിളിൽ നോക്കിയാൽ നേവി ബ്ലൂ ആണെന്ന് തോന്നും, മറ്റൊരു ആംഗിളിൽ നോക്കിയാൽ വേറെ. ഇത് വളരെ റയർ വണ്ടികളാണ് മാരുതി ഇറക്കിയിട്ടുള്ളത്. അതെ, ഇത് ശരിക്കും കമ്പനി കൊടുത്ത കളർ തന്നെയാണ്. കമ്പനിയിൽ ലിമിറ്റഡ് ആയിട്ട് വന്ന കളർ. ഇത് ഡ്യുവൽ എയർ ബാഗ് വരുന്ന വണ്ടി വരുന്നുണ്ട് അല്ലേ? പിന്നെ വീഡിയോ ആണ്, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഇതിൽ ഡാഷ് ക്യാമറ, പിന്നെ LED സ്ക്രീൻ എല്ലാം ചെയ്തിട്ടുള്ള നല്ലൊരു, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഈ 1.33 പക്കയാണല്ലോ അല്ലേ? പക്ക കമ്പനി സർവീസ്. 1.30 കമ്പനിയിൽ സർവീസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തൊരു കഴിഞ്ഞ മാസം ചെയ്ത വണ്ടി, അടുത്തൊരു 7.5 കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാം കമ്പനി സർവീസ്. പിന്നെ വണ്ടിയിൽ ഇരിക്കുന്ന മാരുതിയുടെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് നമ്മൾ ഷോറൂമിൽ ആവശ്യപ്പെടുന്ന വില 5,30,000 രൂപ. 5.30. നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി കൊടുത്തു. തീർച്ചയായിട്ടും. പിന്നെ ഭാഗ്യവാൻ നിങ്ങളായിരിക്കാം, ഒരു 10,000 രൂപ പെരുന്നാൾ അടിച്ചു വിളിക്കാൻ കിട്ടുമല്ലോ. അത് നമ്മൾ പെരുന്നാളിന്റെ തലേന്ന് നമ്മൾ നറുക്കെടുപ്പിലൂടെ പെരുന്നാളിന്റെ അന്ന് നമ്മളെ കസ്റ്റമർ വിളിച്ചിട്ട് നമ്മൾ ഇൻഫോം ചെയ്താണ് അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങൾ അതൊന്നും നോക്കിക്കോളൂ കേട്ടോ. 5,30,000 നമുക്ക് എത്ര ലോൺ കയറുക? ഇതിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. 30,000 രൂപ ഉണ്ടെങ്കിൽ
നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ വണ്ടി ഇറക്കിയിട്ട് 30,000 വേണ്ടല്ലോ, നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്, ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട് വണ്ടി ഇറക്കിയിട്ട് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കേസ് ഉണ്ട്, അതായത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ പരിഗണന. അതെ, തീർച്ചയായിട്ടും. പിന്നെ 750 സിവിൽ സ്കോർ വേണം, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ലാച്ചെങ്കിൽ നമുക്ക് മാക്സിമം ലോണും ചിലപ്പോൾ ഫുൾ ലോണും കൊടുക്കാം അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു എറ്റിയോസ് കിടക്കുന്നുണ്ട്, ലിവയാണ്. ലിവ ഡീസലാണോ? ഇത് ലിവ ഡീസൽ VD ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്, 2018 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇതും നമ്മൾ സീറോ ക്ലെയിം വണ്ടിയാണ്, 90,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അടിപൊളി. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കിടക്കും. 90,000 ഈ ടൊയോട്ടനെ സംബന്ധിച്ച് 1 കിലോമീറ്റർ ഒന്നുമല്ല, ജെനുവിൻ ആണല്ലോ അല്ലേ? ഇതും ജെനുവിൻ ആണ്. അതുപോലെ തന്നെ എവരി 10,000 കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. അതായത് കമ്പനി തന്നെ ഡ്യുവൽ ടോൺ ഒക്കെ വരുന്ന വണ്ടിയാണ്, ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒരു ആക്സിഡന്റും ഒന്നുമില്ല. 93 കമ്പനി സർവീസ് ചെയ്തു, ഇപ്പൊ 97,000 കിലോമീറ്റർ. ഓക്കെ. എന്താ വില വരുന്നത്? ഇത് വന്നിട്ട് നമ്മൾ 8 ലക്ഷം രൂപയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. പിന്നെ നോർമലി ഇപ്പൊ ഈ സാധനത്തിന് ലേശം വില കൂടുതലാണ്, കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. നമുക്ക് മുമ്പത്തെ മാതിരി കുറഞ്ഞ വിലക്ക് വാങ്ങിക്കാൻ കിട്ടുന്നില്ല. പിന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ. ഒരിത്തിരി വില ഭാഗത്തിൽ കുറച്ച് കൂടുതലാണെന്നുള്ള സംശയം വരും, പക്ഷെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതല്ല എന്നുള്ളത് കസ്റ്റമർക്ക് മനസ്സിലാവും. അത് മനസ്സിലാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 20 മേലെ മൈലേജ് ഇരുന്ന ഡീസൽ വണ്ടി, കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത കിടിലം വണ്ടി. 8 ലക്ഷം രൂപയിൽ ലോൺ നമുക്ക് 6.5 ലക്ഷം വരെ വാങ്ങാം. ബിക്കോസ് ഇത് ഇപ്പം അജു പറഞ്ഞ മാതിരി വണ്ടി ഇറങ്ങാത്ത കാരണം 1 ലക്ഷം രൂപ ഒക്കെ മുടക്കി കഴിഞ്ഞാലേ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു നെഗോഷ്യബിൾ ആയിരിക്കും. ഏകദേശം 1 ലക്ഷം രൂപ കൊണ്ട് വന്നാലും നിങ്ങൾക്ക് മാക്സിമം പ്രൈസ് കുറച്ച് തരും. ടയർ വാങ്ങലൊക്കെ കട്ടിയുള്ള ടയർ ഉണ്ട് അല്ലേ? ഇനി എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഒരു ഡ്രീം വെഹിക്കിൾ തന്നെ പറയാം സത്യമായിട്ട്. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഈ പോളോന്റെ ഏത് റീലിട്ടാലും അത്യാവശ്യം മില്യൺ വ്യൂ വരാറുണ്ട്. കാരണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പോളോ ആര് കണ്ടാലും നോക്കും, തീർച്ചയായിട്ടും എന്തായാലും എടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് 1.5 ലിറ്റർ ഹൈലൈൻ പ്ലസ് ഡ്യുവൽ ടോൺ കമ്പനി വരുന്ന വണ്ടി. ഡ്യുവൽ ടോൺ കമ്പനി വരുന്നത് അതാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ, ഇത് RC എൻഡോസ്മെന്റ് ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടിയാണ്. ഈ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിലും 4 ടയർ, ഏകദേശം ഫ്രണ്ടില് പുത്തൻ ടയർ, 4 പുത്തൻ ടയറാണ്. ബാക്കിൽ കുറച്ച് കുറവുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു 90% എന്തായാലും കാണും. അതെ അതെ. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്, ഡീസൽ ആണ് വണ്ടി. ഡീസൽ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 82,000 കിലോമീറ്റർ. 82 ജെനുവിൻ ആണല്ലോ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 16 മോഡൽ ഉണ്ടല്ലോ. പിന്നെ വണ്ടിയിൽ LED സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അതായത് നമ്മുടെ സാധാ GT എന്ന് പറയുന്ന സാധനത്തിന്റെ ഓട്ടോമാറ്റിക് അല്ലാന്നേ ഇതുള്ളൂ, പവറും കാര്യങ്ങളും പൊളിയാണ്. ഈ പോളോ ഓടിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഈ മസ്നഗുഡി വഴി ഊട്ടി പോകുന്ന ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല, സീറോ റീപ്ലേസ്. എന്താ റേറ്റ് വരുന്നത്? ഇത് വന്നിട്ട് നമ്മൾ ഇവിടെ ആവശ്യപ്പെടുന്ന 6.25 ലക്ഷം രൂപ. 6,25,000 നെഗോഷ്യബിൾ ആവുമല്ലോ? നെഗോഷ്യബിൾ ആണ്, ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 5.25 സുഖമായിട്ട് കയറും. 5.80 6 ലക്ഷം വരെ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. നിങ്ങൾ നോക്കിക്കോളൂ, ഇതുപോലത്തെ നല്ല നല്ല വണ്ടികൾ കിട്ടുമ്പോൾ മിസ് ചെയ്യണ്ട. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 2016 സ്വിഫ്റ്റ് തന്നെയാണ്. 16 ആണല്ലേ? ഇതിൽ നിങ്ങൾക്ക് 4 പുതുപുത്തൻ ടയർ, 4 പുതുപുത്തൻ ടയറാണ്. പിന്നെ വേറെ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നും വണ്ടിയിലില്ല. ഇതിൽ 1,11,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ടല്ലേ? ഹിസ്റ്ററി ഉള്ള വണ്ടി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇതിന് നിലവിൽ ഇൻഷുറൻസ് തീർന്നു കിടക്കുകയാണ്. നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ചെയ്തു കൊടുക്കാം. അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ക്രാച്ചസ് അല്ല, എന്ത് പറ്റിയാലും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒരു അപാകതയില്ലല്ലോ? ഒന്നുമില്ല, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഒന്നുമില്ല. അത് ഇപ്പൊ നമ്മൾ ഓരോ വണ്ടിക്ക് പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അങ്ങനത്തെ വണ്ടികൾ ഞങ്ങൾ ചെയ്യാറില്ല. അതെ അതെ. അത് കസ്റ്റമർക്ക് നമ്മളെ പ്രോമിസ് ആണ്. അതെ. അപ്പൊ എന്തായാലും 16 മോഡൽ 1,11,000 കിലോമീറ്റർ ഡീസൽ VDI. അതെ. എന്താ വില? ഇത് നമ്മൾ 5,20,000 രൂപ. 5,20,000 അല്ലേ? നെഗോഷ്യബിൾ ആവുമോ? തീർച്ചയായിട്ടും. നമ്മൾ പറയുന്ന വിലയിൽ ഓൾവേസ് ദർ ഈസ് എ റൂം ഫോർ നെഗോസിയേഷൻ എന്ന് പറയുന്ന പോലെ എപ്പോഴും നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമ്മൾ പറയുന്നുള്ളൂ. ഒരു വണ്ടി എടുക്കണമെന്ന് ജെനുവിൻ ആയിട്ട് ആഗ്രഹിച്ചു വരുന്ന ഒരാളെയും ഇവിടുന്ന് പിണക്കി വിടില്ല വിലയുടെ കാര്യത്തിൽ. തീർച്ചയായും മാക്സിമം നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി വിലയും ക്വാളിറ്റിയും. അതെ, ക്വാളിറ്റി വണ്ടി വന്നിട്ട് കണ്ടിട്ട് അവർ പറ്റാണ്ട് പോവില്ല. അതാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. ഈ വക വണ്ടികൾ കിട്ടുമ്പോൾ നോക്കി വെച്ചാൽ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവര്. അതുപോലെ തന്നെ വാഗണർ ഏതൊക്കെ മോഡൽ? വാഗണർ 2012 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതായത് 12 മോഡൽ ആണെങ്കിലും ഇതിന്റെ വൃത്തി ഒന്ന് പറയേണ്ടത് തന്നെയാണ്. നല്ല വണ്ടിയാണ്. നമ്മുടെ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്, 18 വടകര. നല്ല വണ്ടിയാണ്. പിന്നെ പെട്രോൾ ആണെന്ന് പറഞ്ഞു. 1 ലക്ഷം കിലോമീറ്ററിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി കിട്ടുമല്ലോ? 1 ലക്ഷം കിലോമീറ്റർ സർവീസ് കമ്പനിയിൽ നിന്ന് ചെയ്തതാണ്. ഇത് VXI ആണോ? VXI. അപ്പൊ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ടത് അതിന്റെ ഇന്റീരിയർ ആ കമ്പനി വന്ന സീറ്റാണ്. അത് എന്നാ വൃത്തിയാണെന്നറിയോ? ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? എല്ലാം വരും. ഓക്കെ. എന്താ പ്രൈസ് വരുന്നത്? ഒരു സാധാരണക്കാരന്റെ വാഹനമാണ്. സാധാരണക്കാരൻ്റെ നല്ല, അതായത് ഒരു ഫാമിലിയിലോട്ട് ഒരാൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് വാഗണർ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം നോക്കുള്ളൂ. പിന്നെ K സീരീസ് എഞ്ചിനാണ്, അത്യാവശ്യം ഒരു 12 കിലോമീറ്റർ മൈലേജും കിട്ടും. എല്ലാം കൊണ്ട് നല്ലൊരു വണ്ടി. ഇതിലും ടയർ വാങ്ങൽ ലേശം കുറവാണല്ലേ?
ടയർ ഒരു 50% കാണുന്നുള്ളൂ. ഒരു 10,000 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾ അത് മാറേണ്ടി വരും. അതിനനുസരിച്ച് കൊടുത്തൂടെ നമുക്ക്? തീർച്ചയായിട്ടും നമുക്ക് 2.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി 2,75,000. മെയിൻ ആയിട്ട് പറയുന്നത് ആ ക്വാളിറ്റി വരുമ്പോൾ ചെറിയൊരു അതായത് ഇപ്പൊ നമ്മള് പിന്നെ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റി വെച്ചിട്ടാണ്. അതെ അതെ. ഇതുപോലത്തെ വണ്ടി ചിലപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് കിട്ടും. അത് എടുത്തിട്ട് 50,000 രൂപ കയറ്റുന്നതിന് പകരം ആ ക്വാളിറ്റിയിലുള്ള വണ്ടി എടുക്കുന്നതാണ് അതിന്റെ ഒരു. പിന്നെ നിങ്ങളുടെ സമയലാഭം, പിന്നെ പണിയെടുത്ത വൃത്തിയാവാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് പണിയെടുക്കേണ്ട, ഇതെല്ലാം പക്കയാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു കസ്റ്റമർ വന്ന് വണ്ടി ഓടിച്ചിട്ട് അതിൽ എന്ത് കാര്യങ്ങൾ അവർ നോട്ടിഫൈ ചെയ്താലും അത് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ വണ്ടി കസ്റ്റമർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് വന്നോ. 100% ജെനുവിനായിട്ട് ഇവർ ചെയ്തു തരും. 2,75,000 രൂപ, 2.5 അടുത്ത് ലോൺ കയറുമോ? 2.40 വരെ കയറും അല്ലേ? ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ ഏകദേശം ഒരു 10,000-35,000 രൂപ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ഇനി i20 ആണെങ്കിലോ? i20 വന്നിട്ട് 2016 സ്പോർട്സ് എഡിഷൻ വണ്ടിയാണ്. 16 മോഡൽ സ്പോർട്സ് ആണ്. ഇത് എത്രയൊക്കെ? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. 4 അപ്പോളോടെ പുത്തൻ ടയറാണ്. 98,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ, i20 സ്പോർട്സ് ആവുമ്പോൾ അലോയ് വീൽസ് ഉണ്ടാവില്ല, പിന്നെ ബട്ടൺ സ്റ്റാർട്ടും വരില്ല, ബാക്കി ഒരുവിധം എല്ലാ സാധനവും. ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. ഡീസലിൽ 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടി. അതെ അതെ. പിന്നെ ഈ വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ്. റെഡ് കളർ. റെഡ് ആണ് ആളുകൾ ഒന്നും കൂടെ പ്രിഫർ ചെയ്യുന്ന. അതെ അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് റെഡ്. ഓൾറെഡി പറഞ്ഞു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടികളാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. കിലോമീറ്റർ എത്ര? 88,000 കിലോമീറ്റർ അല്ലേ? ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. ഹിസ്റ്ററി അവൈലബിൾ. അപ്പോൾ 2016 88,000 എന്ന് പറയുന്നത് വലിയൊരു ഓട്ടം അല്ല എന്ന് തന്നെ പറയാം. അതും ഇതൊരു പിന്നെ എന്താ പറയാ, ഒരു വീട്ടിലൊക്കെ കുറച്ചൊരു ഒരു നമ്മൾ ചെറുപ്രാത് പറഞ്ഞു ഓടിയ വണ്ടിയല്ല. അതെ അതെ അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 5,40,000. 5,40,000 അല്ലേ? ഇതിന് ചിലപ്പോൾ നമുക്ക് 5,40 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. അതായത് നിങ്ങളൊരു സ്വിഫ്റ്റ് എടുക്കുന്നതിനേക്കാൾ ക്വാളിറ്റി ഉള്ള വണ്ടി എന്ന് ഞാൻ പറയും. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല, അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. പേഴ്സണലി എനിക്ക് അത് ഓടിക്കുന്നതിനും കൂടുതൽ ഇഷ്ടം ഇത് ഓടിക്കാനാണ് അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 5,40,000 അല്ലേ പറഞ്ഞത്? 5,40,000. 5,40 നമുക്ക് പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാം അല്ലേ? ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്റർ വണ്ടി ആരെങ്കിലും നോക്കിക്കോളൂ. ഇനി ഈ ബ്രസ ശരിക്കും ഡീസൽ ആണല്ലോ? ബ്രസ ഡീസൽ ZDI പ്ലസ് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള KL 11 രജിസ്ട്രേഷനിലുള്ള വണ്ടി. മാനുവൽ അല്ലേ? മാനുവൽ. അതായത് ഏറ്റവും ടോപ്പ് വണ്ടി, അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടി. ബട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് എൻട്രി വരും, നാവിഗേഷൻ സ്ക്രീൻ വരും, അതെ, എല്ലാം വരുന്ന വണ്ടി. 4 ടയർ 95% ടയറും ഉണ്ട്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഇന്റീരിയർ ക്ലീൻ ആണ്. എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടി. പിന്നെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 1,18,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. അതായത് അവൈലബിൾ ആണ്. ഇത് എടുത്തു കൊടുക്കും, ഹിസ്റ്ററി എടുത്തു കൊടുക്കും. അവൈലബിൾ ആണ്. പിന്നെ ഈ മാരുതി വണ്ടിയൊക്കെ ഹിസ്റ്ററി എവിടെ പോയാലും എവിടെ ആരും ഒന്ന് ഫോൺ ചെയ്താൽ കിട്ടും. അതെ, അതാണ് ഗുണം. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വന്നാൽ മതി കേട്ടോ. വണ്ടീന്റെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടി. 16 മോഡൽ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. എന്താ പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് 7.25 ലക്ഷം രൂപ. 7,75,000. കമ്പാരറ്റീവ്ലി പ്രൈസ് കുറച്ച് കൂടുതലാണ് ഇപ്പോഴത്തെ ZDI പ്ലസ് സ്പെഷ്യലി റെഡ് ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ വണ്ടി. അത് മാത്രമല്ല ഡീസലും കൂടി ആകുമ്പോൾ ചെറിയൊരു 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയല്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയൊരു കോമ്പാക്ട് സെമി XUV. അതെ അതെ. പിന്നെ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ലാത്തൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും നല്ലൊരു വണ്ടി വേണമെങ്കിൽ 7,75,000 7 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അല്ലേ? ഒരു 75 രൂപേൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ വണ്ടി ഇറക്കിയിട്ട് പോകും. വരിക, വണ്ടി ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യുക, മാക്സിമം കുറച്ച് തരും. നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ഇതാണെങ്കിലോ? ഇത് വന്നിട്ട് 2016 ഒറിജിനൽ കേരള വണ്ടിയാണ്. 16. 1,46,000 കിലോമീറ്റർ. കമ്പനി അമാന സർവീസ് അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 10 സർവീസ് ഉണ്ട്. 10 സർവീസ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഇത് വണ്ടി വന്നിട്ട് KL 16 ആണെങ്കിലും നമ്മുടെ മോങ്ങം ഇവിടുത്തെ അഡ്രസ്സിൽ 5 വർഷമായിട്ട് വണ്ടി ഓടുന്ന വണ്ടിയാണ്. ഇത് റീ ആണ് കേട്ടോ. അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. അടിപൊളി. അപ്പോ ഈ പറഞ്ഞ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70%. ഈ റീ വണ്ടികൾ നമ്മൾ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല, കാരണം കസ്റ്റമറോട് ചിലപ്പോൾ ഈ കിലോമീറ്ററിന്റെ ഇതിനൊക്കെ കാര്യത്തിൽ കളവ് പറയേണ്ടി വരും. അപ്പൊ അതിലൊരു മാനസിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അത് അധികം എന്റർടൈൻ ചെയ്യാറില്ല. പിന്നെ എന്തായാലും ഇപ്പൊ നോമ്പ് കാലമൊക്കെയാണ്, ഒരു തരത്തിലും അതൊന്നും പറ്റുമില്ല പറയാൻ. അപ്പൊ അങ്ങനത്തെ വണ്ടികൾ എടുത്തു വെക്കാതിരിക്കുക. മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് നല്ല വണ്ടി, നമ്മൾ മാക്സിമം കേരള വണ്ടികൾ ചെയ്തു കൊടുക്കുക എന്നുള്ള. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ അല്ലെ? 2016 വണ്ടിയാണ്. പിന്നെ 1,46 എന്ന് പറയുന്നത് ടൊയോട്ട ഒന്നുമല്ല കിലോ. മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത ക്ലീൻ വണ്ടി. 5.5 സുഖമായിട്ട് ലോൺ കയറണ്ട അല്ലേ? 5 to 5 അല്ലേ? ഓക്കെ, അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് കേട്ടോ. ഈ പറയുന്ന ലോണുകളൊക്കെ വണ്ടിക്ക് മാക്സിമം കിട്ടും. ഇനി നല്ല പ്രൊഫൈലുള്ള ആളുകളാണെങ്കിൽ വണ്ടിയുടെ മുകളിൽ തന്നെ ബാങ്കുകാർ ലോൺ കൊടുക്കുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ബജാജിലൊക്കെ പ്രീ അപ്രൂവ്ഡ് ലോണുകൾ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുകയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. വണ്ടിയുടെ പിന്നെ വാല്യുവേഷൻ വരെ വരില്ല അവർക്ക്.
ഇനി ഇതാണെങ്കിലോ ബലേനോ സിംഗിൾ ഓണർഷിപ്പിലുള്ള ബലേനയാണ്. ബലേനോ സെറ്റ അതെന്ന് പറഞ്ഞാൽ ആൽഫയുടെ നേരെ താഴെയാണ്. പക്ഷെ അലോയ് വരും, നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും. ഒരു വ്യത്യാസമില്ല, ഒരു സെറ്റിന്റെ മാത്രം മാറ്റം. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അലോയിലൊക്കെ അലോയ് ഇത് ആഡഡ് ആണ്. ഇത് പിന്നെ എന്താ പറയാ അപ്ലിഫ്റ്റഡ് അലോയ്. അതെ. പിന്നെ പ്രൊജക്ടർ എല്ലാം ഉണ്ടാവില്ല ആൽഫയായിട്ട്. അതേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യം പറയാൻ. ഇതിന്റെ ഇന്റീരിയർ വേറെ ലെവലാണ്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം 18 സിംഗിൾ ഓണർ ഡീസലാണ്. 25 കിലോമീറ്ററിനടുത്ത് മൈലേജ്, 23 to 25 കിലോമീറ്റർ കൺഫേം ആണ്. അതായത് ഹൈവേയിൽ നിങ്ങൾക്ക് 18-20 കിട്ടും. അല്ല സോറി, ട്രാഫിക്കില് ഹൈവേയിൽ 25-അടുത്ത് മൈലേജും കിട്ടും. എന്തായാലും കിട്ടേണ്ടതാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1-11 കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? ഇസരിയൊക്കെ എടുത്തു കൊടുക്കാം, അവൈലബിൾ ആണ്. ഓക്കെ. എന്താ പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് നമ്മളിവിടെ ആവശ്യപ്പെടുന്ന 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആയി കൊടുത്തൂടെ നമുക്ക്? തീർച്ചയായിട്ടും. പിന്നെ 18 മോഡൽ ഉണ്ടെന്നും കൂടി ആലോചിക്കണ്ട. ഈ 7 ലക്ഷം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് 6 സംതിങ്ങിനൊക്കെ ഇവര് 7 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യും ബാങ്കുകൾ. അതെ. പക്ഷെ നമുക്ക് 6 സംതിങ്ങിന് കൊടുത്തൂടെ? കൊടുക്കാം. അവർക്ക് കുറച്ച് പൈസ അങ്ങോട്ടും കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. അങ്ങനെ ആരും നോക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ലോണ് നിങ്ങൾ തന്നെ തിരിച്ചടക്കണം, വെറുതെ കിട്ടുന്ന സാധനം അല്ല. അപ്പോൾ അങ്ങനെ ലോൺ അടയ്ക്കാം, മാനേജ് ചെയ്യാന്നുള്ളൊരു മാത്രം എടുത്താൽ കേട്ടോ. പിന്നെ ഈ ഒരു എപ്പിസോഡിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിയൽ ഡീലിൽ കാണിക്കുന്ന ഈ ഒരു എപ്പിസോഡിലെ വണ്ടികളിൽ ഒരു 90% ഡീസൽ വണ്ടികളായിരിക്കും. അതുപോലെ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർഡർ ആയിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അതിന്റെ മേലേക്ക് പോകും. അതിന്റെ മേലോട്ട് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ എക്സ്ചേഞ്ചിലൊക്കെ വരുന്ന വണ്ടികളുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൈസിന് തന്നെ ഡീലർമാർക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നേരത്തെ കാണിച്ച പോലത്തെ സെയിം ഒരു പോളോയും കൂടി കാണിച്ചു തരാം. ഇത് ലേശം പൈസ മുടക്കിയുള്ള സാധനമാണ്. അലോയിലൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. അലോയ് കസ്റ്റമർ പറഞ്ഞ ഒരു 1 lakh പ്ലസ് ആണ്. പക്ഷെ ഒരു 75 ഒക്കെ കണ്ടാൽ മതി, ടയർ അടക്കം അല്ലേ? ഓക്കെ. ഇത് ശരിക്കും ഏതാ മോഡല്? 2014 മോഡൽ വണ്ടിയാണ്. ഇത് 14 ആണോ? ഓ, ഇത് 14 ഉള്ളൂ അല്ലേ? ഒരു 18ന്റെ വൃത്തി. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് ശരിക്കും ഓട്ടോ ഒക്കെ എത്രയാ? 91,000 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ആണ്. അതെ. ആ 91 ഓടിയിട്ടുള്ള അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടിയിൽ കാണാണ്ട്. പിന്നെ ഇതിന്റെ കമ്പനി ടയർ കസ്റ്റമറുടെ കയ്യിലുണ്ട്. സോ ഇൻ കേസ് നമ്മൾ എടുക്കുന്ന ആളുകൾ പ്രിഫർ ചെയ്യുന്നത് പോളോയുടെ ഒറിജിനൽ അലോയ്സ് ആണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ടയറും ഉണ്ടാവുമല്ലോ. ആ ടയർ വിത്ത് ടയർ 90% പ്ലസ് ഉള്ള ടയറും ഉണ്ട്. ഓക്കെ. അപ്പൊ എടുത്തപ്പോ തന്നെ മാറിയതായിരിക്കും അല്ലേ? അതെ. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ആ സാധനം കൂടി അതിന്റെ കൂടെ തരും. പിന്നെ ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഈ പറഞ്ഞ പോലെ റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇതും വേരിയന്റ് ഏതായിരുന്നു പറഞ്ഞേ? ഇത് വന്ന് ഹൈലൈൻ പ്ലസ് അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഏറ്റവും ഫുൾ. പിന്നെയാണല്ലോ GT ഒക്കെ വരുന്നത്. ഓക്കെ. പിന്നെ ഇതും ഡീസൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 14 1.2 ഉള്ളൂ തോന്നുന്നു. 1.2 അത്യാവശ്യം പുള്ളിങ്ങളുള്ള വണ്ടിയാണ്. അതെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇതിന്റെയൊക്കെ ക്വാളിറ്റി നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി. ഇതിന്റെ അടിയിൽ കയറിയിട്ട് വണ്ടിക്ക് വില കൂടുതലാണെന്ന് കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് വണ്ടി കൊള്ളൂല്ലെങ്കിൽ നിങ്ങൾ കമന്റ് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി നിങ്ങൾ എടുത്താൽ. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമന്റ് ഇടാനായിട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എല്ലാ ഏത് ഷോറൂമിൽ എത്ര നല്ല വണ്ടി കാണിച്ചാലും അത് വില കൂടുതൽ. കുറച്ച് മുമ്പ് പറഞ്ഞാണ് അതിന്റെ സത്യം. അതായത് നമുക്ക് 2015 സ്വിഫ്റ്റ് 4 രൂപക്ക് തരുന്നവരുണ്ടാവും, 3 തരുന്നവരുണ്ടാവും. പക്ഷെ അവിടെ ക്വാളിറ്റി മാറ്റേഴ്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. അതെ. അവർ വണ്ടി എടുത്താൽ പണി കിട്ടാണ്ട് റോട്ടിൽ കിടക്കാണ്ട് ഓടും. നമ്മൾ വെറുതെ കസ്റ്റമർ കൊണ്ടുപോയിട്ട് അവർ വീട്ടിലെത്തുന്നതിന് മുമ്പ് തെറി കേൾക്കാൻ തുടങ്ങണ്ടല്ലോ. അതെ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത് നോക്കിക്കോളൂ. ഇതിന്റെ വിലയും കൂടി കേട്ടെ. ഇത് വന്നിട്ട് നമ്മൾ 5.5 ലക്ഷം രൂപ നമുക്ക് 5,50,000 രൂപ. റേറ്റ് നെഗോഷ്യബിൾ ആവുമല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും. ഉറപ്പായിട്ട് ഒരു 5 ലക്ഷം രൂപ ലോണും കയറും. 4.25 മുതൽ 5 ലക്ഷം രൂപ വരെ കിട്ടും. ഓക്കെ. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോളോ, 20 മേലെ മൈലേജ് കിട്ടുന്ന വണ്ടി ഒന്ന് നോക്കിക്കോളൂ. ഇത് കുറച്ച് പഴയ മോഡൽ. ഇത് നമുക്കൊരു ലോ ബജറ്റ് ആയിട്ട് കൊടുക്കാം കസ്റ്റമർക്ക്. വെറും 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2009 സ്വിഫ്റ്റ് i20 മാഗ്ന കൊടുക്കാം. ഡീസൽ 1.5 ലക്ഷം രൂപക്ക് പുതിയ റിന്യൂവൽ എടുത്ത് കൊടുക്കാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ വല്ല മറ്റേ എക്സ്ചേഞ്ചും എക്സ്ചേഞ്ചിൽ വന്ന വണ്ടി. ഓക്കെ. ഇല്ലാതെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. ടയർ 4 പുത്തൻ കിടപ്പുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലോ ബജറ്റിലുള്ള ഒരു വണ്ടി. അതെ. അതായത് 1.5 ലക്ഷം രൂപയ്ക്ക് ആർക്കെങ്കിലും ഒരു ഡീസൽ വണ്ടി വേണമെങ്കിൽ 10-18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബോഡി ക്വാളിറ്റിയാണ്, ഇന്റീരിയർ അടിപൊളിയാണ്. ഈ ചൂടത്ത് വെറുതെ ബൈക്കിൽ പോകണ്ട, ഒരു കാറിൽ ആസിട്ട് പോവാം. അത് സത്യം. 5 പേർക്ക് പോവുകയും ചെയ്യാം. പിന്നെ മഴയും കൊള്ളണ്ട, വെയിലും കൊള്ളണ്ട. 2009 അൾട്ടോയുടെ പൈസ. അതെ. ഈ 2009 വണ്ടി 1,20,000 ഓടിയ ഡീസൽ വണ്ടി റീപ്ലേസ് കിലോമീറ്റർ ജെനുവിൻ ആട്ടോ. അത് ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. അപ്പൊ ഈ 9 ഡീസൽ വണ്ടി 1.20 എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും കാണാൻ കിട്ടുള്ളൂ. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. 1,20,000 രൂപയ്ക്ക് അല്ല 1,50,000 ഇത് നമുക്ക് 1 ലക്ഷം ഫ്ലാറ്റ് റേറ്റ് ആട്ടോ. ഇതിന് നെഗോസിയേഷൻ അല്ല. 1.5 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഇതിൽ നമുക്ക് ലോൺ കയറുമോ? ഇതിൽ ലോൺ സേട്ടുവിന്റെ കയ്യിൽ നിന്ന് 50-75 ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. അതായത് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറയാൻ തന്നെ ആഗ്രഹിക്കാത്ത ഒരാൾക്കാരാണ് സേട്ടുമാര്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25-26% പലിശ വരുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു വണ്ടി എടുക്കണം എന്ന് അതിയായി ആഗ്രഹിച്ചു വന്നു,
നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ 1 ലക്ഷം രൂപയുള്ള ഒരു 50,000 രൂപ എങ്ങനെയും ഉണ്ടാക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ റെഡിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ അവര് പൈസ വരുന്ന സമയത്ത് നമുക്കൊരു 15 ഒരു ദിവസത്തെ ഒരു മാസത്തെ ഗ്യാപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കും. വെറുതെ ഇൻട്രസ്റ്റ് സേർട്ടൂന് കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒരു വണ്ടി എടുക്കാൻ ജെനുവിനായിട്ട് ആഗ്രഹിച്ചു വരുന്ന ഒരാളെയും ഇവരിവിടുന്ന് പറഞ്ഞു വിടില്ല, വണ്ടി തന്നേ വിടുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അത് ആ പറഞ്ഞ രീതിക്കുള്ള എന്ത് സഹായം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇനി ഈ ഒരു ലോ ബഡ്ജറ്റിനോട് അതും 2009 സ്വിഫ്റ്റ് ആണ്. നമുക്ക് 2 ലക്ഷം രൂപക്ക് വണ്ടി കൊടുത്തേക്കാം. പുതിയ റിന്യൂവൽ എടുത്തിട്ട് കൊടുക്കാം. നമുക്ക് ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ടല്ലോ, ക്വാളിറ്റി ഉണ്ട്. കമ്പനി അലോയ്സോ കണ്ടില്ല, അത്യാവശ്യം നല്ല അലോയ്സ് എല്ലാം ഉള്ള വണ്ടിയാ. അതെ, 2009 മോഡലാണ്. ഇത് ഓട്ടോ ഈ സ്വിഫ്റ്റിന്റെ കാര്യത്തിൽ ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള വണ്ടി കേട്ടോ. ടൈപ്പ് 2 ടൈപ്പ് 3 ഏത് വന്നാലും നമ്മുടെ ആ ഒരു പഴയ ഒരു മനസ്സിന് മായാതെ നിൽക്കുന്ന ഒരു ഷേപ്പാണ്. മാരുതിയിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ വണ്ടികളിലൊന്നാണ്. എക്സാക്ട്ലി. പിന്നെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ പറയാ 1.5-2 ലക്ഷം ഒക്കെ എഞ്ചിൻ പണി ഒന്നും വരാണ്ട് ഓടുന്ന വണ്ടി തന്നെ അത്. ഇതൊക്കെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞായിരിക്കുമല്ലോ. ഇത് 1.68 ഓടിയിരിക്കണേ, 2009 അല്ലേ? 9. അതെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല, ഗ്ലാസ് ഒന്നും മാറിയായിട്ട് കാണുന്നില്ല. ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ അടുത്ത് പറഞ്ഞു കൊടുക്കുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും നിലവിൽ ഇതൊക്കെ എക്സ്ചേഞ്ചിൽ വന്ന വണ്ടികളാണ്. അതെ. അപ്പൊ എന്തായാലും ഇതിന്റെ വില 2 ലക്ഷം. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയ്ക്ക് 2009 വണ്ടി, 1,68,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. ടയർ ഭാഗങ്ങൾ കുറവാണ്, പക്ഷെ അലോയിലുണ്ട്. അലോയ് അത്യാവശ്യം കോസ്റ്റ്ലി അലോയ്സ്. അതെ. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? എങ്ങനെ 1 സംതിങ്ങിന് കൊടുത്തുകൂടെ നമുക്ക്? എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്താം അല്ലേ? ഇതൊന്നും നമ്മൾ ക്യാഷ് പർച്ചേസ് അല്ല, അത് കാരണം നെക്ക് ടു നെക്ക് പ്രൈസ് ആണ് അല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ പൈസ നെഗോഷ്യബിൾ ആക്കി തരുന്നതിന്റെ കൂടെ തന്നെ സൈറ്റ് ലോണേ കിട്ടുള്ളൂ, അതും നോക്കിക്കോളൂ. പിന്നെ നമ്മുടെ 10,000 രൂപയുടെ ഓഫർ ഇതിലൊക്കെ ബാധകമാണ്. അതെ. അതായത് ഏത് വണ്ടി ഈ വീഡിയോ നിങ്ങൾ കാണുന്ന അന്ന് മുതൽ പെരുന്നാൾ വരെ ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും അവരിൽ നിന്ന് നറുക്കെടുക്കും. നിങ്ങൾ 10 ലക്ഷം രൂപയുടെ വണ്ടി എടുത്താലും 10,000 രൂപയുടെ വണ്ടി എടുത്താലും ഓഫർ സെയിം ആണ്. ഒരു 7 സീറ്റർ വണ്ടിയും കൂടി കാണിച്ചു തരാം. സൈലോ ആണ്. സൈലോ ഏതാ മോഡൽ? സൈലോ 2013-14 D4 ആണ്. 13-14 D4 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. D4 എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ വരും. ഇപ്പൊ മിനി സ്കൂളൊക്കെ തുറക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ സ്കൂളിലോട്ടൊക്കെ കുട്ടികളെ പിക്ക് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. ഇത് പ്രൈവറ്റ് വണ്ടിയാണ് കേട്ടോ. ഒറിജിനൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിൽ ഫ്രണ്ട് 2 പുതിയ ടയർ ഉണ്ട്, ബാക്കിൽ ആവറേജ് ടയർ ആണ്. ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ മോശമൊന്നുമില്ല കേട്ടോ. ഇല്ല, നല്ല വണ്ടിയാണ്. ഒരു കമ്പാരിറ്റീവ്ലി നല്ല വണ്ടി എന്ന് പറയാം. ഒരു 15 ഒക്കെ മൈലേജും കിട്ടൂല നമുക്ക്. 15-17 ഒക്കെയാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഒരു 14-15 കിട്ടണ്ടേ. പിന്നെ 7 സീറ്റർ അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ഓക്കെ, 14 മോഡൽ 15 രജിസ്ട്രേഷൻ അല്ലേ? നമ്മൾ 3.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് 2 രൂപ വരെ ലോൺ വാങ്ങിച്ചു. ലോണും കിട്ടും അല്ലേ? അപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ കാണണം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആ വണ്ടീന്റെ ഒരു ബോഡി വെയിറ്റും 7 സീറ്റർ ആണ്. 7 പേർക്ക് പോലെ യാത്ര ചെയ്യാം. ഇനിയിപ്പോ സ്കൂളിലോട്ടൊക്കെ ആണെങ്കിൽ 7 അല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു 17 കുട്ടികളെയും സുഖമായിട്ട് കൊണ്ടുപോകും. പാർട്ടി പിടിക്കും, അത് വേറെ കാര്യം. അത് നിങ്ങൾ ആ കറക്റ്റ് ഇതൊക്കെ വെച്ച് നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും 3.5 ലക്ഷം രൂപയ്ക്ക് 14 മോഡൽ ഡീസൽ അല്ലേ? ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തു. ഡീസൽ വണ്ടികൾ ഇവിടുത്തത് പെട്ടെന്നൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു നിലയിൽ കുറച്ചധികം സെഡാൻ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് വണ്ടി മൈലേജിന്റെ രാജാവ് ഹോണ്ടയുടെ അമേസ്. ഇത് ഏതൊക്കെ മോഡൽ? 2017 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ KL 57 രജിസ്ട്രേഷനിലുള്ള വണ്ടി. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തി. അതിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടോ, നല്ല വൃത്തിയിൽ ചെയ്തൊരു വണ്ടിയാണ്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 60% ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എസ് വേരിയന്റ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരും കേട്ടോ. പിന്നെ ഡീസൽ ഇത് എത്ര ഓട്ടം? ഇത് വന്നിട്ട് 1,10,000 കിലോമീറ്റർ. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1,10,000 ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഇൻഷുറൻസ് നിലവിൽ തീർന്ന് കിടക്കുകയാണ്. നമുക്ക് ഇൻഷുറൻസ് കസ്റ്റമർക്ക് 17 വണ്ടി ആയതുകൊണ്ട് ബമ്പർ എടുത്ത് കൊടുക്കാം. 17 വണ്ടിയല്ല, 5 രൂപ വരെ ലോൺ വാങ്ങിച്ചു കൊടുക്കാം. എന്താ വില വയ്ക്കുന്നത്? 5,15 ലക്ഷം രൂപ. 5,25,000. 5,15,000 വേണ്ട, 25,000 ഉള്ളിൽ കൊണ്ടാലും നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോവാം. ഇനിയിപ്പോ ഒരു റമദാൻ ഒരു ഓഫർ പറയുന്നത് ഫുൾ ലോണിൽ നമുക്ക് കസ്റ്റമർക്ക് 5 ലക്ഷം രൂപ കൊടുത്തേക്കാം. അടിപൊളി. അതെന്തായാലും നല്ലൊരു ഓഫറാണ് കേട്ടോ. 17 വണ്ടിയാണെന്നും കൂടി ആലോചിക്കണം. എനിക്ക് തോന്നുന്നു ഒരു 3-4 ലക്ഷം. ടൊയോട്ട കഴിഞ്ഞാൽ എഞ്ചിൻ 23-24 കിലോമീറ്റർ കൺഫേം മൈലേജ് ആണ്. അല്ലെ ഞാൻ പറഞ്ഞു, ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ ആയിട്ടുള്ള ഒരു വണ്ടി ഹോണ്ട. നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഹോണ്ടയും നിസാനും മിത്സുബിഷി ഒക്കെ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇതൊന്നും നോക്കിക്കോളൂ. 5 ലക്ഷം രൂപയ്ക്ക് 17 വണ്ടി എടുക്കാം. ഇനി ഡിസയർ ആണെങ്കിലോ? ഡിസയർ 2016 മോഡലാണ്. 16 തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് ആണ് അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇത്രയും നേരം കാണിച്ചാൽ ഒറ്റ വണ്ടി. നമ്മളടുത്ത് മിക്ക വണ്ടികളും ഫസ്റ്റും സെക്കൻഡും ആണ്. മൂന്നാമത്തെ ഓണർഷിപ്പിൽ നടക്കുന്ന 2-3 വണ്ടികളിൽ പെട്ട ഒരു വണ്ടിയാണ്. ഓക്കെ, ഇത് 1,48,000 കിലോമീറ്റർ ഓടിക്കുന്ന കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ. പിന്നെ എന്തെങ്കിലും അപാകതയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടി നമുക്ക് ഒരു 5 ലക്ഷം രൂപ കസ്റ്റമർ കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് 5 ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചു കൊടുക്കാം. ഫുൾ ലോൺ അല്ലേ?
16 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ, അതും ന്യൂ ഷേപ്പ് വന്ന, അതായത് 16 ന്യൂ ഷേപ്പ് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് വണ്ടിയിൽ. എനിക്ക് ഡിസയറിൽ മാത്രമേ ഈ മാറ്റം വന്നിട്ടുള്ളൂ, ചെറിയ മാറ്റം സ്വിഫ്റ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് 16 മോഡൽ 148 ഓടിയ വണ്ടി, പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി, കിലോമീറ്റർ ഒന്നും ഒരു വിഷയമേ അല്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, ഫുൾ ലോണിൽ ഇറക്കാം കേട്ടോ. ഇനി സെയിം സാധനം ഇത് വന്നിട്ട് സിയാസിന്റെ ഹൈബ്രിഡ് അല്ലത് ZDI പ്ലസ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. പുഷ് ബട്ടൺ വരും, കീലെസ് എൻട്രി വരും, നാവിഗേഷൻ സ്ക്രീൻ വരും, ലെതർ സീറ്റ് വരും. അതായത് ഏറ്റവും ഓപ്ഷൻസ് കൂടിയൊരു വണ്ടി എന്ന് പറയാം. അതന്നെ, അത് അന്നത്തെ ഒരു ലക്ഷറി വണ്ടിയാണ്. അതെ അതെ, അത് അന്നത്തെ ഇന്നത്തെ ഓടിക്കാൻ അത്രയും സുഖമുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. മൈലേജും ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒരുവിധം എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. 1,03,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കണേ. സെക്കൻഡ് ഓണർഷിപ്പ്. 1,00,000 മേജർ സർവീസ് ചെയ്ത വണ്ടിയാണ്. ടൈമിംഗ് ചെയിൻ എല്ലാം മാറിയ വണ്ടിയാണ്. 15 1,03,000 എന്ന് പറയുന്നത് ഡീസൽ വണ്ടിനെ 9 വർഷത്തിൽ 10,000 കിലോമീറ്റർ വെച്ചല്ലേ ഇയർലി ഓടിയിട്ടുള്ളൂ. വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല, പറയാനില്ല. അതെ, ഇത് നമുക്ക് എന്താ റേറ്റ്? പിന്നെ ആളുകൾ ഡീസൽ വണ്ടി ചൂസ് ചെയ്യുന്നത് ഓടാൻ വേണ്ടി. പിന്നെ ഇത് വന്നിട്ട് വേറെ കാര്യം കൂടി പറയാം, ഈ ഡീസൽ വണ്ടി പറ്റ ഓടാത്ത വണ്ടികൾ ഒരു കണക്കിന് ഞാൻ പറയുമ്പോൾ കംപ്ലൈന്റ് വരും അല്ലേ. അത്യാവശ്യം ഒരു നോർമൽ ഓട്ടോ ഓടിയ വണ്ടികളാണെങ്കിൽ അത് പ്രോപ്പർ സർവീസും ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോളൂ. ഇത് 5,80,000 രൂപ. 5,80,000 നെഗോഷ്യബിൾ ആണല്ലോ. 5,80,000 രൂപയ്ക്ക് 15 ഫുൾ ലോൺ വാങ്ങിച്ചു കൊടുക്കാം. ഫുൾ ലോണും കിട്ടും കസ്റ്റമർക്ക്. ഫുൾ ലോൺ വാങ്ങിച്ചു. വേറെ എന്ത് വേണം? കാശൊന്നും വേണ്ട, പ്രൊഫൈൽ പക്കയാക്കി ഇങ്ങ് പോരെ. ഇവിടെ 2 സിറ്റി കിടപ്പുണ്ട്, രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീർക്കാം. ഇത് 2014 VX, 2015 16 രജിസ്ട്രേഷൻ വി. രണ്ടും ഡീസൽ. VX ലാകുമ്പോൾ നമ്മുടെ ഇത് വരും, സൺറൂഫ് വരും. വീൽ അത് കാണൂല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആണല്ലേ. ഓക്കെ, ഇനി ഈ ഇത് 14 മോഡൽ വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് വന്നിട്ട് ഓടിയിരിക്കുന്നത് 1,01,744 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. പക്ക കിലോമീറ്റർ പറയുന്നുണ്ടല്ലോ. അത് കാണും, അതിൽ കാണുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ബട്ടൺ സ്റ്റാർട്ട് വരും. ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരും. അതായത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 25 കിലോമീറ്റർ മൈലേജും കിട്ടും. അതായത് നല്ലൊരു സെഡാൻ വണ്ടിക്ക് മൈലേജ് ഉള്ള വണ്ടി വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ. 14 മോഡൽ 15 രജിസ്ട്രേഷനും ഉണ്ട്. ഇത് നമുക്ക് എന്തൊക്കെ? ഇത് വന്നിട്ട് 6 രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 6,50,000 രൂപ. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മൈലേജും ഉണ്ട്. പിന്നെ വലിയൊരു ഓട്ടം എന്ന് പറയാനും ഇല്ല. ഓട്ടം 1,01,000 കിലോമീറ്റർ അല്ലേ. അതെ. ഇത് 6,50,000. ഒരു 6 ലോൺ കയറുമോ? 6,000 കയറും. ഫണ്ടിങ് കൂടുതലല്ലേ, ചെറിയ പൈസ മതി. മതി. വളരെ ചെറിയൊരു പൈസ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം. ഇനി ഇതേ നമ്മൾ ഈ വണ്ടിയുടെ ക്വാളിറ്റി ഇപ്പൊ അജു കണ്ടില്ലേ. ഇതൊരു ലേഡി യൂസർ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഇടുക്കി വണ്ടിയാണ്. ഇടുക്കി അല്ലേ. അതുപോലെ തന്നെ ഇത് നമ്മൾ 15 മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടി. ഓട്ടം 1,20,000 കിലോമീറ്റർ. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആണ്. നല്ല നീറ്റ് വണ്ടിയാണ്. ഒരു ലേഡി യൂസർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ. 1,20,000 കിലോമീറ്റർ. ടയറൊക്കെ അത്യാവശ്യം ഒരു 80% ടയർ കാണാം നിങ്ങൾക്ക്. അതെ. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 6,20,000 ഫുൾ ലോണിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 6,20,000 അല്ലേ. 6 ലക്ഷം രൂപ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഫുൾ ലോണിൽ ഇറക്കി കൊടുക്കാം. 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയ്ക്ക് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ ഫുള്ളിന്റെ നേരെ താഴെ അലോയ്സ് സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരും കേട്ടോ. സൺറൂഫ് പുഷ് ബട്ടൺ കാണൂല. അത് രണ്ടും ഉള്ളൂ അല്ലേ. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അത് നോക്കിക്കോളൂ. 6 ലക്ഷം രൂപയ്ക്ക്. ഇനി ഇത് ഓട്ടോമാറ്റിക്. ഇത് 2015 മോഡൽ വെറും 70,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള റിറ്റ്സ് ഓട്ടോമാറ്റിക് ആണ്. ഒരുപാട് എൻക്വയറി വരുന്ന വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി ഇന്നലെ വന്നിട്ടുള്ളൂ. ഇത് റിറ്റ്സ് ഓട്ടോമാറ്റിക്. എനിക്ക് CVT ആണോ AT ആണോ? അത് AT ആണ് കേട്ടോ. CVT വരുന്നുണ്ട് ശരിക്കും ഈ മോഡലിൽ തന്നെ. പക്ഷെ ഇത് AT ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു മൈലേജ് കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ നല്ല അടിപൊളി CTOറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഈ 77,000 ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ്. നമുക്ക് എ മോട്ടോഴ്സിൽ കൊണ്ടുപോയിട്ട് കസ്റ്റമർ പൈസ തന്നാൽ മതി. അത്രേ ഉള്ളൂ. ആ ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി. അതെ. പിന്നെ ഒരു അപാകതയില്ല. ഈ വണ്ടിക്ക് ഒരു അപാകത നിലവിലില്ല. ഇതിമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ നമ്മൾ കസ്റ്റമർ ബില്ലിംഗ് ആണെങ്കിൽ നമ്മളത് കസ്റ്റമർക്ക് മാറ്റി കൊടുക്കും. മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് മാറിയാലേ എല്ലാവരും പറയുന്ന പോലെ തേക വീണു, മൊച്ചിക വീണു എന്ന് പറയേണ്ടി വരും. അത് ജെനുവിൻ ആണെന്ന് കസ്റ്റമർക്ക് അറിയാലോ. ഇതിൽ വേറൊരു കാര്യം, ഇത് കല്ലടിച്ച് പൊട്ടിയത് തന്നെയാണ്. ഇവിടെ ചെതറിയിട്ടുണ്ട്. അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് കൂളിംഗ്. അത് കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പുതിയ ഫ്രണ്ട് ഗ്ലാസ് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ച് കൊടുക്കാം. ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ 4,4 ലക്ഷം രൂപ ചോദിക്കണം. 4,25,000 നെഗോഷ്യബിൾ ആയി കൊടുക്കും. 70,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. 4,25,000 രൂപയ്ക്ക് റിറ്റ്സ് കൊണ്ടുപോകാം. ആരെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോളൂ. ഒരു സുഖമായിട്ട് 4 ലക്ഷം രൂപ ലോൺ. ഓട്ടോമാറ്റിക് ഒരു
ലേഡിക്കൊക്കെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. അടുത്തതും നിങ്ങൾക്ക് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു സെഡാൻ വണ്ടിയാണ്. ഡീസലാണ്, 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വെൻഡോ. വോക്സ് വാഗന്റെ ട്രെൻഡ് ലൈൻ വെൻഡോടെ. ഇത് വെറും 3 ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഫുൾ ലോണും വാങ്ങിച്ചു കൊടുക്കാം. ഡീസലാണ്, 2000 ഫാൻസി നമ്പർ വരുന്ന, ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തൊരു വണ്ടിയാണ്. അലോയ് വീൽസ് ഉണ്ട്, ടയർ ഒക്കെ ഏകദേശം അലോയ് എക്സ്ട്രാ ചെയ്താണ്, ടയർ അത്യാവശ്യം ഉണ്ട്, ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇന്റീരിയർ കാണണം കേട്ടോ. അതായത് അത്രയ്ക്ക് നീറ്റ് ഇന്റീരിയർ ആണ്. ശരിക്കും ഒരു പൊടി പോലും ഇല്ല എന്ന് പറയാം. ഒരു സ്വിഫ്റ്റ് പോലും കിട്ടൂല അവർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടൂല. പിന്നെ ഒന്നല്ലെങ്കിൽ ഇത്രയും നല്ല കിടിലം വണ്ടിയല്ലേ, ഇത്ര ബോഡി വെയിറ്റ് ഉള്ള വണ്ടി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടത് ഇതിന്റെ 2 ഹെഡ്ലൈറ്റ് ഒന്നും കൊണ്ട് നമുക്ക് വേണേ പോളിഷ് ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക്. എന്റെ നോട്ടത്തിൽ വന്നിട്ടില്ല, അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചെയ്താൽ വണ്ടി നല്ല ക്ലീൻ ആവും. 13 മോഡൽ 14 രജിസ്റ്റർ, ഒരു റീപ്ലേസും ഇല്ല. 13-14 കിലോമീറ്റർ 94,000 ജനുവൻ കിലോമീറ്റർ അവൈലബിൾ അല്ലേ. അടിപൊളി. 13-14 വണ്ടി 94,000 കിലോമീറ്റർ ഓടി. ഇത് 3 ലക്ഷം രൂപ ഫുൾ ലോണിൽ. ഇത് വേറെ എവിടെയും കിട്ടുമോ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് കമന്റ് ഇട്ട് തരണേ. ഇനി ഇതാണെങ്കിലോ, ഇത് 2016 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഇറ്റിയോസ്. ഇത് GD+ ആണ്, ഡ്യുവൽ എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. 1,17,000 കിലോമീറ്റർ വിത്ത് അമാന ടയോട്ട സർവീസ്. 1.17 ഒരു കുഴപ്പമില്ലാണ്ട് ഇനിയും ലക്ഷങ്ങൾ ഓടുന്ന ഒരു വണ്ടിയാണ്. പിന്നെ വണ്ടി പ്ലാറ്റിനം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ശരിയാ, 16 ഇത് വരില്ല, പ്ലാറ്റിനം വരില്ല. ഇടിച്ചിട്ടും ഒന്നുമല്ല, നമ്മള് അപ്ഗ്രേഡ് ചെയ്തോണ്ട്. ബോണറ്റ് മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. അത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഗ്രില്ലും ബമ്പറും മാറും, പിന്നെ ബാക്ക് ബമ്പറും മാറും. അതെ. പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു 90%, ഒരു 80-90% ടയറും ഉണ്ട്. അതെ. എന്താ പ്രൈസ് കൂടി? ഇത് വന്നിട്ട് 6,40,000 രൂപ. 6,40,000. 2016 വണ്ടി, 1.17 ഓടിയ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. 6,40,000. 6 ലക്ഷം ലോൺ കയറും. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 6,40,000 കയറും, ഫുള്ള് കിട്ടും. ഓക്കെ, 1 രൂപ കൊണ്ടുവരണ്ട. ഈ 6,40 എന്നൊക്കെ പറയുന്നത് നല്ലോണം കുറച്ചും തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സമയം കാണിച്ച റിയൽ ഡീലിൽ ഇത്രയും ഡീസൽ വണ്ടികളിൽ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. കാറ്റലോഗ് ഒക്കെ ഉണ്ടോ? നമ്മുടെ കാറ്റലോഗ് അവൈലബിൾ ആണ്, നമ്മൾ തരാം. അതുപോലെ നമ്മൾ 2 നമ്പറും അവൈലബിൾ ആണ്, രണ്ടും നമുക്ക് കസ്റ്റമർ. ഓക്കെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും കൊടുത്തേക്കാം, ഇവരുടെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊന്ന് കയറി ഫോളോ ചെയ്ത് വെച്ചാൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കാമല്ലോ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളാ, നോക്കുക, വണ്ടി നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, വണ്ടി കമ്പനി കൊണ്ടുപോകണമെങ്കിൽ കമ്പനി കൊണ്ടുപോകുക, എന്നിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെ കുറച്ച് വണ്ടികളുണ്ട്, എർട്ടിഗയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് ആയിട്ട് കയറുന്നുണ്ട്, അത് കാണാൻ മറക്കരുത്. കാരണം ഇവിടെ നമ്മളൊരു വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത വരുന്ന വണ്ടികൾ റീലായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതും നോക്കിക്കോളൂ. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും